ഈ ഒരു ഭാഗത്തെത്തി. മത്സ്യബന്ധന ബോട്ടുകൾ എടുക്കുന്ന ഒരു സ്ഥലമാണ്. മീനുകളുടെ കൂട്ടമാണ് ഇവിടെ. വരും, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഹോളിഡേയ്സ് ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. ഇങ്ങനെ ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ഞങ്ങൾ. നാളെയോട് കഴിഞ്ഞാൽ കത്തിക്കൽ തീർന്നു. വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ മുഷരിബ് ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഷരിബ് ഡൗൺ ടൗൺ. അങ്ങകലെ ഫണാർ കാണാം. സൂക്ക് വാക്കിഫിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാരഥി എന്ന മിസ്റ്റർ ജിതേഷ്, പുറകിൽ രണ്ടുപേരും കൂടിയുണ്ട്. പഴയ ദോഹയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇറാനി സൂക്ക് എന്നറിയപ്പെടുന്ന ദോഹയുടെ സൂക്ക് വാക്കിഫാണിത്. അൽഗാനി ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയത്. ഇവിടെ അൽഫർദാൻ സെൻറ്റർ ബിൽഡിംഗ് കാണാം. നമ്മൾ നേരെ കാണുന്നത് ഖത്തർ നാഷണൽ മ്യൂസിയമാണ്. യുണീക്ക് ഡിസൈനാണ് ഈ മ്യൂസിയത്തിനുള്ളത്. ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ മറ്റെവിടെയും നിങ്ങൾക്ക് കാണാനാകില്ല. ഈ ഡിസൈൻ എന്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് അറിയോ? ഇത് ഡെസേർട്ട് റോക്ക് എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ ഉണ്ട്. മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു മ്യൂസിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡെസേർട്ട് റോക്ക് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആ ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്തുനിന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ബോട്ട് പിയറിലൂടെ ഈ ഒരു ഭാഗത്തെത്തി. ഈ കാണുന്നത് മത്സ്യബന്ധന ബോട്ടുകൾ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾ. ഈ വെള്ളത്തിനുള്ളിലേക്ക് നോക്കി, മീനുകളുടെ കൂട്ടമാണ് ഇവിടെ. അത്രമാത്രം കാണാൻ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ മീൻ കൂട്ടങ്ങൾ ഈ ബോട്ടിനടിയിൽ കാണാം. വരും, നമുക്ക് അങ്ങോട്ട് പോവാം. വീണ്ടും ഞങ്ങൾ ഈ ബോട്ട് പിയറിലൂടെ അങ്ങ് അറ്റം വരെ പോയിട്ട് നിങ്ങളെ കാഴ്ചകളെ കാണിച്ചു തരാം. ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രിയാകുമ്പോഴായിരിക്കും കടലിലേക്ക് പോവുക. ഇവിടെ നല്ലൊരു ഫിഷിംഗ് സ്പോട്ടാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇവിടെ ആളുകൾ ഒരുപാട് പേര് വന്ന് ഫിഷിംഗ് ചെയ്യാറുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോർണിഷിൻ്റെ വ്യൂ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാം. അങ്ങകലെ ആ കാണുന്നതാണ് ഖത്തർ നാഷണൽ മ്യൂസിയം. അതുപോലെ കോർണിഷിലെ ഹോട്ടലുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അങ്ങകലെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി ആണ്. വേൾഡ് കപ്പ് നടന്ന 974 സ്റ്റേഡിയമാണ് അങ്ങകലെ കാണുന്നത്.